നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആക്രമണത്തിലെ പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഉത്തരേന്ത്യൻ സ്വദേശിയെന്ന് സംശയം. പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് DGP. പ്രതിക്കായി അന്വേഷണം ഊർജിതം. കണ്ണൂർ എക്സ്പ്രസിലെ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റെയിൽവേയോട് വിശദീകരണം തേടി. NIAയും അന്വേഷിക്കും. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സ്ഥലത്തെത്തും. സംഭവം അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമെന്ന് മുഖ്യമന്ത്രി. സൂറത്ത് കോടതി വിധിക്കെതിരെ രാഹുൽ അല്പസമയത്തിനകം അപ്പീൽ നൽകും. കോടതി വിധി മരവിപ്പിക്കണമെന്ന ആവശ്യം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും തടസ്സപ്പെട്ടു. ശമ്പള വിഷയത്തിൽ പ്രതിഷേധിച്ച KSRTC കണ്ടക്ടർ അഖില S. നായർക്കെതിരായ നടപടി റദ്ദാക്കി. പാലായിലേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിച്ചു. വൈക്കത്ത് തന്നെ തിരികെ പോസ്റ്റ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നീക്കം വ്യാപകമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. തൃശൂർ അവണൂരിലെ ശശീന്ദ്രന്റെ മരണത്തിൽ അസ്വാഭാവികതയെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. ശശീന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ വിശദമൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇടുക്കിയിൽ. യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച പ്രതിഷേധവുമായി ചിന്നക്കനാൽ ശാന്തപാറ പഞ്ചായത്ത് ജനപ്രതിനിധികൾ. സംഘം ചിന്നക്കനാലിൽ സന്ദർശനം നടത്തും. ഏപ്രിൽ 5 റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും.